प्यारे बच्चों नमस्ते, कैसे हो सब? ठीक है ना? ഈ കോവിഡ് എന്ന മഹാമാരി കാലത്ത് മക്കളെല്ലാവരും വീട്ടിൽ തന്നെ സുരക്ഷിതരായിരിക്കണം. അതോടൊപ്പം തന്നെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹായത്തോടു കൂടി ഓൺലൈൻ ക്ലാസുകൾ കൃത്യമായി കാണുകയും അതിലെ എല്ലാ പഠന പ്രവർത്തനങ്ങളും വ്യക്തമായി പഠിച്ച് ചെയ്യുകയും വേണം. अच्छा तो बच्चों आज की कक्षा शुरू करें. तो बोलिए बच्चों, पिछली कक्षा में हमने कौन सा पाठ पढ़ा था? അതെ, ഭാരതത്തെ കുറിച്ച് ഒരു ബാലകവിത നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? ജഗ്മഗ് താര. देश हमारा चमके जैसे जगमग तारा, देश हमारा സത്യ അഹിംസ കാ രഖ്വാരാ. ആഹാ, എന്റെ മക്കൾക്ക് ഓർമ്മയുണ്ട് അല്ലേ? ടീച്ചർ പാടിയപ്പോൾ ടീച്ചറുടെ കൂടെ കുറച്ച് കൂട്ടുകാർ പാടുന്നുണ്ടായിരുന്നല്ലോ. അച്ഛാ ബച്ചോ, इसके बाद हमने क्या पढ़ा था? അതെ, ഭാരതത്തെ കുറിച്ച് തന്നെ ഒരു ദേശഭക്തി ഗീതം നമ്മൾ പഠിച്ചു അല്ലേ? അതിനുശേഷം അതെ, ഭാരത് കി വിശേഷതാओं के बारे में ഹിന്ദുസ്ഥാൻ ഹമാര എന്നൊരു പാഠഭാഗം കൂടെ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ? മക്കളെ, ഈ പാഠഭാഗങ്ങളിലെ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾ ചെയ്തു പൂർത്തിയാക്കിയല്ലോ. നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുത്തില്ലേ? अच्छा बच्चों, तो आज हम एक नई इकाई शुरू करें. इकाई 3. ഈ യൂണിറ്റിൽ മൂന്നാമത്തെ ഈ യൂണിറ്റിൽ നമുക്ക് 3 പാഠഭാഗങ്ങളാണ് പരിചയപ്പെടുവാനുള്ളത്. हमारी ये तीसरी इकाई एक समाचार से शुरू होती है, इंसानियत की मिसाल. आगे हिंदी के मशहूर कवयित्री सुभद्रा कुमारी चौहान की एक कविता मुरझाया फूल, और उसके बाद दो बाई नामक एक लोक कथा भी इसमें है. ഈ നമ്മുടെ ഈ മൂന്നാമത്തെ യൂണിറ്റിൽ ആദ്യത്തേത് ഒരു വാർത്തയാണ്, ഇൻസാനിയത്ത് കി മിസാൽ. അതിനുശേഷം ഹിന്ദിയിലെ പ്രശസ്തയായ കവയത്രി ശ്രീ സുഭദ്ര കുമാരി ചൗഹാന്റെ ഒരു കവിത മുർഝായ ഫൂൽ. അതുപോലെ തന്നെ ഒരു നാടോടി കഥ ദോബായി എന്ന പേരിലുള്ള ഒരു നാടോടി കഥ കൂടെ നമുക്ക് ഈ യൂണിറ്റിൽ പരിചയപ്പെടുവാനുണ്ട്. तो चले बच्चों, जरा ये चित्र देखिए. चित्र देखा? तो बोलिए बच्चों, चित्र में क्या क्या है? हाँ, पेड़ की डाली, घोंसला, लड़का, लड़की और हाँ, लड़की के हाथ में एक नन्ही सी चिड़िया भी है. देखा? तो बताइए बच्चों, वहां लड़का क्या कर रहा है? അവിടെ ഈ ചിത്രത്തിൽ ആ ആൺകുട്ടി എന്താണ് ചെയ്യുന്നത്? അതെ, ഘോംസല പേട് കി ഡാലി പർ രഖ് ദേതാ ഹെ അല്ലേ? ആ കിളിക്കൂട് ആ ആൺകുട്ടി എന്ത് ചെയ്യുകയാണ്? മരച്ചില്ലയിലേക്ക് എടുത്തു വെക്കുകയാണ് അല്ലേ? तो बताइए उस घोंसले को क्या हुआ होगा? ആ കൂടിന് എന്ത് സംഭവിച്ചതായിരിക്കാം? ആ, നീച്ചെ ഗിരാ ഹോഗാ, താഴെ വീണതായിരിക്കാം അല്ലേ? तो उस लड़की के हाथों में एक नन्ही सी चिड़िया है ना? तो बताइए उस लड़की ने उस नन्ही सी चिड़िया को क्यों हाथों में उठा लिया है? എന്തിനായിരിക്കും ആ പെൺകുട്ടി ആ കിളിക്കുഞ്ഞിനെ കയ്യിൽ പിടിച്ചിരിക്കുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. അതെ, ആ കിളിക്കുഞ്ഞിനെ തിരികെ അതിന്റെ കൂട്ടിൽ തന്നെ സുരക്ഷിതമായി വെക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ മക്കളെ, ഈ 2 വരികൾ ഒന്ന് ശ്രദ്ധിച്ചേ. ടീച്ചർ ഒന്ന് വായിക്കാം. आज फिर से तुम बुझा दीपक जलाओ. एक बार और पढ़े. आज फिर से तुम बुझा दीपक जलाओ. तो बोलिए बच्चों, എന്താണ് ഈ വരികളുടെ അർത്ഥം? കൂട്ടുകാർക്ക് മനസ്സിലായോ? ഇന്നു നീ വീണ്ടും അണഞ്ഞ ദീപം തെളിയിക്കൂ. आज फिर से तुम बुझा दीपक जलाओ. ഇന്നു നീ വീണ്ടും അണഞ്ഞ ദീപം തെളിയിക്കൂ. ये चित्र और कवितांश क्या बताते हैं? നമ്മൾ നേരത്തെ കണ്ട ചിത്രവും അതുപോലെ ഈ വരികളുടെ അർത്ഥവും എന്താണ് നമ്മളോട് പറയുന്നത്? കൂട്ടുകാർ ഒന്ന് ആലോചിച്ചു നോക്കൂ. അതെ, उस चित्र में उन बच्चों की समानुभूति प्रकट होती है.
അല്ലേ? ആ കിളിക്കുഞ്ഞിനെയും അതിന്റെ കൂടും തിരികെ മരച്ചില്ലയിലേക്ക് തന്നെ എടുത്തു വെക്കുന്നതിലൂടെ ആ കുട്ടികൾക്ക് സഹജീവികളോടുള്ള സ്നേഹമാണ് അവിടെ പ്രകടമാകുന്നത്. ഇതുപോലെയാണ് മക്കളെ ചെറിയ ചെറിയ ചില നന്മകൾ ഈ ലോകത്തിൽ നിന്ന് അണഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ദീപത്തെ തെളിയിക്കുകയാണ്, പ്രകാശിപ്പിക്കുകയാണ്. മറ്റുള്ളവർക്ക് എപ്പോഴും നന്മകൾ ചെയ്ത് ജീവിക്കുവാൻ ശ്രമിക്കുക. हाँ बच्चों, सभी जीव जंतुओं के प्रति समानुभूति प्रकट करनी चाहिए. മക്കളെ, ഈ ചിത്രം കൂടി ഒന്ന് ശ്രദ്ധിക്കൂ. ये किससे संबंधित चित्र है? അതെ, പ്രളയസെ സംബന്ധിത് ഹെ അല്ലെ? പ്രളയവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ്. 2018 കേരളത്തിലുണ്ടായ മഹാപ്രളയത്തിൽ ആളുകൾ പരസ്പരം സഹായിക്കുകയും രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നതിന്റെ ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. बच्चों, केरल के समान 2013 में उत्तराखंड में भी एक प्रलय हुआ था. जरा ये चित्र देखिए. ഉത്തരാഖണ്ഡിലെ ഒരു പ്രധാന തീർത്ഥാടന സ്ഥലമായ ബദ്രിനാഥിൽ പ്രളയം നാശം വിതച്ചപ്പോൾ അവിടെ നടന്ന രക്ഷാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങളാണ് നാം ഇവിടെ കാണുന്നത്. बच्चों, जरा ये चित्र भी देखिए. बद्रीनाथ में प्रलय के समय फंसे हुए लोगों को हेलीकॉप्टर की सहायता से बचाने का प्रयास हो रहा है. ബദ്രിനാഥിൽ പ്രളയത്തിന്റെ സമയത്ത് കുടുങ്ങിപ്പോയ ആളുകളെ രക്ഷപ്പെടുത്തുകയാണ്. ഹെലികോപ്റ്റർ ഉപയോഗിച്ച് അവരെ പുറത്തെത്തിക്കുവാനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്ന ചിത്രമാണിത്. ഇവിടെ ഈ ചിത്രത്തിൽ ഒരുപാട് പേരെ രക്ഷപ്പെടാൻ അവസരം കാത്തു നിൽക്കുന്നതായി നമുക്ക് കാണാം, അല്ലേ? ഇത്തരത്തിൽ രക്ഷപ്പെടുവാൻ അവസരം ലഭിച്ചിട്ടും മറ്റുള്ളവരുടെ ദുരവസ്ഥ കണ്ട് തങ്ങൾക്ക് കിട്ടിയ അവസരം വേണ്ടെന്ന് വെച്ച് മറ്റുള്ളവരെ സഹായിക്കുവാൻ വേണ്ടി സന്മനസ് കാണിച്ച 2 പേരെ കൂടെ നമുക്ക് ഈ പാഠഭാഗത്തിൽ പരിചയപ്പെടുവാനുണ്ട്. तो बच्चों, इस घटना से संबंधित एक समाचार हमारे किताब में है. जरा देखिए बच्चों, मैं एक बार पढ़ती हूँ, जरा ध्यान से सुनिए. समाचार. इंसानियत की मिसाल. बद्रीनाथ. उत्तराखंड में 18 दिनों से फंसे लोगों की जान बचाने का काम खत्म हो चुका है. कई लोगों ने अपनी जान हथेली पर रखकर यह काम किया. उत्तराखंड में आए सैलाब ने बद्रीनाथ में भी जमकर तबाही मचाई. हजारों तीर्थयात्री बुरी तरह फंस गए थे. उन्हें हेलीकॉप्टर के जरिए बाहर निकाला गया. वहां लखनऊ के राजीव शर्मा और राजस्थान के पारीक को घर जाने की बारी कई दिन पहले आ गई थी, लेकिन इन्होंने जाने से मना कर दिया. औरों की तकलीफ देखकर इन्होंने अपना मौका दूसरे जरूरतमंदों को दे दिया. इस घोर प्रलय में सब कुछ बह गया, लेकिन इंसानियत रह गई. മക്കളെ, ഒരു വട്ടം വായിച്ചപ്പോൾ എന്തെങ്കിലും മനസ്സിലായോ? കുറച്ചൊക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യത്തെ പാരഗ്രാഫ് ഒന്നുകൂടി വായിച്ചു മനസ്സിലാക്കാം. जरा देखिए. समाचार.
സമാചാർ അല്ലെ, വാർത്ത. ഇൻസാനിയത്ത് കി മിസാൽ, മനുഷ്യത്വത്തിന്റെ മാതൃക. ഇൻസാനിയത്ത് കി മിസാൽ. നമുക്ക് നോക്കാം. ബദ്രിനാഥ്, എവിടെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്? ബദ്രിനാഥിൽ അല്ലേ. उत्तराखंड में 18 दिनों से फंसे लोगों की जान बचाने का काम खत्म हो चुका है. ഉത്തരാഖണ്ഡിൽ 18 ദിവസത്തോളമായി കുടുങ്ങിക്കിടന്ന ആളുകളെ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ അവസാനിച്ചിരിക്കുന്നു. कई लोगों ने अपनी जान हथेली पर रखकर यह काम किया. कई लोगों ने, അനേകം ആളുകൾ अपनी जान हथेली पर रखकर, തങ്ങളുടെ ജീവൻ പോലും പണയപ്പെടുത്തിയാണ് യഹ് കാം കിയ, ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയത്. तो बच्चों अगला खंड देखें. उत्तराखंड में आए सैलाब ने बद्रीनाथ में भी जमकर तबाही मचाई. ഉത്തരാഖണ്ഡിൽ ഉണ്ടായ മഹാപ്രളയം ബദ്രീനാഥിലും ഒരുപാട് നാശം വിതച്ചു. ഹസാറോ തീർത്ഥയാത്രി ബുരി തര ഫസ് ഗയേ തെ. ആയിരക്കണക്കിന് തീർത്ഥയാത്രികൾ വളരെ മോശമായ അവസ്ഥയിൽ അവിടെ രക്ഷപ്പെടാനാകാതെ കുടുങ്ങിപ്പോയി. ഉൻഹെ ഹെലികോപ്റ്റർ കെ ജരിയെ ബാഹർ നികാലാ ഗയാ. അവരെ, ആ ബദ്രീനാഥിൽ കുടുങ്ങിപ്പോയ തീർത്ഥയാത്രികരെ ഹെലികോപ്റ്റർ കെ ജരിയെ, ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ബാഹർ നികാലാ ഗയ, പുറത്തേക്ക് കൊണ്ടുവന്നു. അതായത് അവിടെ കുടുങ്ങിപ്പോയ, ബദ്രീനാഥിൽ കുടുങ്ങിപ്പോയ തീർത്ഥയാത്രികരെ എന്ത് ചെയ്തു? ഹെലികോപ്റ്റർ കി സഹായതാസെ അല്ലെ, ഹെലികോപ്റ്റർ ഉപയോഗിച്ച്, ഹെലികോപ്റ്ററിന്റെ സഹായത്തോടു കൂടി അവരെ രക്ഷപ്പെടുത്തി. ഈ പറഞ്ഞ ഭാഗങ്ങൾ മനസ്സിലായോ മക്കളെ? तो बोलिए बच्चों, केरल के समान कहाँ प्रलय हुआ था? हाँ ठीक है, उत्तराखंड में अले. तो ये दोनों खंड एक बार भी पढ़े, जरा ध्यान से सुनिए. समाचार, इंसानियत की मिसाल, बद्रीनाथ. उत्तराखंड में 18 दिनों से फंसे लोगों की जान बचाने का काम खत्म हो चुका है. कई लोगों ने अपनी जान हथेली पर रखकर यह काम किया. उत्तराखंड में आए सैलाब ने बद्रीनाथ में भी जमकर तबाही मचाई. हजारों तीर्थयात्री बुरी तरह फंस गए थे. उन्हें हेलीकॉप्टर के जरिए बाहर निकाला गया. മക്കളെ, ഇതുവരെ പറഞ്ഞു തന്ന പാഠഭാഗം ഒരു വട്ടം കൂടെ നന്നായി വായിച്ച് മനസ്സിലാക്കണം. ഈ പാഠഭാഗത്തിൽ 2 സന്മനസ്സുകളെയും കൂടെ നമുക്ക് പരിചയപ്പെടുവാനുണ്ട് അല്ലേ? അത് അടുത്ത ക്ലാസ്സിലാവാം. आज की कक्षा यहाँ समाप्त होती है. तो अगली कक्षा में फिर मिलेंगे. धन्यवाद.